മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ മരണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന മഹാലക്ഷ്മിയുടെ മരണം കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്ത ഉണ്ണിയെ നന്നായിട്ട് തന്നെ ഭയപ്പെടുത്തി വിടുന്നുണ്ട് മഹാലക്ഷ്മി. ഉണ്ണിയുടെ പേടിച്ചുള്ള ഓട്ടം കണ്ട് ചിരി അടക്കാനായിട്ട് കഴിയുന്നില്ല മാർക്കോയ്ക്കും അനന്തുവിനും മഹിക്കും. വാമനെയും ഇതുപോലെ തന്നെ ഭയപ്പെടുത്തി നെഞ്ചിടിപ്പ് കൂട്ടണമെന്ന് മാർക്കോ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. പിന്നീട് ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തുന്ന ഉണ്ണിയാണെങ്കിൽ വരുന്ന വഴി മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയപ്പെട്ടു എന്നറിയുമ്പോൾ ദുർഗയ്ക്കും വല്ലാതെ തന്നെ പേടി പിടിക്കുന്നുണ്ട്. പുറത്ത് ചെറിയൊരു അനക്കം കേൾക്കുമ്പോൾ തന്നെ അത് മഹാലക്ഷ്മിയുടെ പ്രേതമായിരിക്കും എന്ന് പേടിച്ച് രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. പിന്നീട് ഉണ്ണി കരുണയെ വിളിച്ചിട്ട് നീ ഒന്ന് സൂക്ഷിക്കണമെന്നും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ ഞാനിന്ന് നേരിൽ കണ്ടു എന്നും അവരുടെ പ്രേതത്തെ കണ്ടു എന്ന് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നീ അമ്മയോടൊപ്പം കിടന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ കരുണയും. ശേഷം മോഹിനി വരുന്നതും ഉണ്ണിയേട്ടൻ്റെ വല്യമ്മയുടെ ആത്മാവിനെ കണ്ടു എന്നും ഞാനിന്ന് അമ്മയോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടക്കാമെന്നെല്ലാം പറയുമ്പോൾ അമ്മ കൂടെയുള്ളപ്പോൾ ഒരാത്മാവും മോളെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. പക്ഷേ മോഹിനിക്കാണെങ്കിൽ കരുണ മഹാലക്ഷ്മിയുടെ പ്രേതമായിട്ട് എത്തുമോ എന്നുള്ളൊരു പേടിയാണ് കരുണയുടെ ഉള്ളിൽ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. പിന്നീട് മോഹിനി മനസ്സിൽ സ്വയം പറയുന്നുണ്ട്, ലക്ഷ്മി മോളെ ശല്യം ചെയ്യാൻ വരാത്തത് മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ടാണെന്നും പിന്നെ സ്വന്തം അനിയത്തിയായ മോളെ ലക്ഷ്മി മോള് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ മോൾക്കത് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം വേദനയോടെ സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വാമനും സീമന്തിനിയും ആണെങ്കിൽ മേഘൻ്റെ റൂമിലെത്തുകയാണ്. എന്നിട്ട് മേഘൻ്റെ കഥകൾ തട്ടി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഉണ്ണി കരുണയുടെ വീട്ടിൽ നിന്നും കമലേശ്വരത്തേക്ക് പോകുന്ന വഴി മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ഒന്ന് സൂക്ഷിക്കണമെന്നും ജനലും വാതിലും ഒക്കെ നന്നായിട്ട് കുറ്റിയിടണം, പുറത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ തന്നെ ഇറങ്ങി നോക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് മഞ്ജുവിനാണെങ്കിൽ ചിരി അടക്കാനായിട്ട് കഴിയുന്നില്ല. ശേഷം പ്രതാപൻ കൂടി വന്നതിന് ശേഷം അവളെ തളയ്ക്കാനുള്ള വഴികൾ ആലോചിക്കണമെന്ന് വാമൻ പറയുന്നുണ്ട് കേട്ടോ മേഘനോട്. പിന്നീട് മേഘൻ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, ഇന്നിനി ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അവളിങ്ങനെ പ്രതികാരം ചെയ്യാനായിട്ട് കറങ്ങി നടന്നാൽ എന്ത് ചെയ്യുമെന്നെല്ലാം ഭയപ്പാടോടെ മേഘൻ പറയുമ്പോൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു, ഒരു പഞ്ചപാവമായ ഏട്ടത്തിയെ കൊന്ന് ചിത കൂട്ടാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നി? അപ്പോൾ ഇതൊക്കെ മേഘേട്ടന് കൂട്ടുനിന്നവരും അനുഭവിക്കേണ്ടത് തന്നെയാണെന്ന് മേഘന് കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. അതിനുശേഷം കാണിക്കുന്നത് അനന്തവും മാർക്കോയും കൂടിയിട്ട് മഹാലക്ഷ്മി ഹോസ്പിറ്റലിൽ കണ്ണൻ്റെ അടുത്ത് കൊണ്ടു ചെന്നാക്കുന്നുണ്ട്. കണ്ണൻ സാറിൻ്റെ അനിയൻ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്ന് ജീവനും കൊണ്ടാണ് ഓടിയത്, മിക്കവാറും ഹൃദയം വരെ നിലച്ചു പോയിട്ടുണ്ടാവും എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ അവനത് കിട്ടേണ്ടതാണെന്നും കരുണയുടെയും അവളുടെ വീട്ടുകാരുടെയും കൂടി ഞാൻ അവന് ചെയ്തു കൊടുത്തതെല്ലാം മറന്ന് എന്നോട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാനായില്ലേ അവനത് അനുഭവിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് ഇനി അടുത്ത ഊഴം പ്രതാപൻ്റെയും അയാളുടെ അമ്മയുടേത് ആണോ എന്ന് മാർക്കോ പറയുമ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ അമ്മയും മോനും കൂടി, ഇന്ന് അവരെ നന്നായിട്ട് തന്നെ സമാധാനിപ്പിച്ചു വിടണമെന്ന് കണ്ണൻ പകയോടുകൂടി മാർക്കോയോട് പറയുമ്പോൾ സാറ് വിഷമിക്കേണ്ട, അവർക്ക് 2 പേർക്കുള്ളത് ഉടനെ തന്നെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. എന്തായാലും മഹാലക്ഷ്മിയുടെ പ്രേതം അവരോട് പ്രതികാരം ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ശത്രുക്കൾ എല്ലാവരെയും വല്ലാതെ തന്നെ ഉലച്ചു കളയുന്നുണ്ട്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മഹാലക്ഷ്മിയുടെ കണ്ണൻ സാറിൻ്റെ അടുത്തിരിക്കുക, ഞാൻ ചെന്ന് ആദ്യം അവരെ 2 പേരെയും ഭയപ്പെടുത്താൻ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മഹാലക്ഷ്മി വന്നാൽ മതി എന്നും പറയുന്നുണ്ട്. ഇതേ സമയം പ്രതാപന് മുത്തശ്ശിയാണെങ്കിൽ ഉറക്കാൻ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എത്ര ഉറങ്ങാനൊന്നും കഴിയുന്നില്ല, കാരണം മാർക്കോ പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ മഹാലക്ഷ്മി തങ്ങളോട് പ്രതികാരം ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് 2 പേർക്കും ഉറങ്ങാനൊന്നും കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ പുറത്ത് വല്ലാത്തൊരു ശബ്ദവും കഥകിൽ ആരോ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ട് 2 പേർക്കും ഞെട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാർക്കോ ഒപ്പിക്കുന്ന പണിയാണ് കേട്ടോ, 2 പേരുടെയും ഉറക്കം കളഞ്ഞ് അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ഏതാ പ്രതാപ, ഇനി അവളായിരിക്കും ആ മഹാലക്ഷ്മിയുടെ പ്രേതം. അന്ന് കണ്ണൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ, അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന്. അതുമാത്രമല്ല ഇന്ന് ഉണ്ണിക്കുട്ടനും അവളെ കണ്ട് പേടിച്ചില്ലേ. കണ്ണൻ ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾ എന്തായാലും അവൻ്റെ അടുത്ത് നിന്ന് പോവാതെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. നമുക്ക് എന്തായാലും ഈ സുഖചികിത്സയൊക്കെ മതിയാക്കി നാളെ തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്നും ചികിത്സയൊക്കെ മതി, ജീവൻ ബാക്കിയുണ്ടെങ്കിലല്ലേ ചികിത്സ കൊണ്ടും കാര്യമുള്ളൂ എന്ന് പ്രതാപനും പറയുന്നുണ്ട് കേട്ടോ.
പെട്ടെന്ന് തന്നെ പുറത്ത് എന്തോ കണ്ട് ഭയപ്പെടുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. മിക്കവാറും അത് മാർക്കോ ഒപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പണി തന്നെയായിരിക്കും അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതേ സമയം കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോറ് തുറക്കുകയും ആരോ മഹാലക്ഷ്മിയും കണ്ണനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് വരുന്ന പോലെയൊക്കെയാണ് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് എന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല. മഹാലക്ഷ്മി ആണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് മഹാലക്ഷ്മിയുടെ പ്രേതത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വരുന്നതായിരിക്കാം. അതോ ഇനി ആ രാത്രി തന്നെ അവർ മന്ത്രവാദിനെ വിളിച്ചു വരുത്തിയിട്ട് മന്ത്രവാദി അവിടേക്ക് വരുന്നതാണോ എന്നറിയില്ല. എന്തായാലും മഹാലക്ഷ്മിയുടെ പ്രേതം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പ്രതാപനും മുത്തശ്ശിയും പിറ്റേന്ന് തന്നെ ചികിത്സ മതിയാക്കി തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്നും ജീവനും കൂടി ഓടുന്നുണ്ട്.